കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അവൾ ആരാണെന്നും എന്താണെന്നൊക്കെ അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞു രചനയിൽ നിന്ന്. അതുകൊണ്ട് അവൾക്ക് അവിടെ ഒരു നിലനിൽപ്പില്ലാതിരിക്കുക. അതിന്റെ കൂടെ ഞാനും കൂടെ ചെന്ന് കയറിയ പിന്നെ കരയാൻ പോകുന്നത് ഭാഗ്യലക്ഷ്മി അവളുടെ മോളുമായിരിക്കും. എടാ, ആ പെങ്കൊച്ചിന് നിന്നെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഈ ബന്ധം ഉറപ്പിക്കാം. അവിടെ സ്വത്ത് പണമൊന്നും നോക്കണ്ട. യുദ്ധം ചെയ്യാനല്ലല്ലോ കല്യാണം കഴിക്കുന്നത്. യുദ്ധം ചെയ്യുമ്പോ മുന്നിൽ നടത്താൻ പറ്റിയ ഒരാളെ കിട്ടുകയാണെങ്കിൽ അയാളെ മുറുകെ പിടിക്കണം. എങ്കിലേ ജയിക്കാൻ പറ്റൂ. വെറുതെ നീ നിന്റെ ജീവിതം പണയപ്പെടുത്തരുതെന്നാ എനിക്ക് പറയാനുള്ളത്. പിന്നെ അല്ലാവേ അച്ഛനും മോനും കൂടെ തീരുമാനിക്കും. ഓ, ഇനിയിപ്പോ ജയലാൽ എന്നെ കാണാൻ അവന്റെ പെങ്ങൾ അനുവദിക്കില്ല. നിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ആ പെങ്കൊച്ച് നിന്നെ വെറുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കിയിട്ട് കാര്യമില്ല. ഹലോ, ഞാനാ ചാരുലത. ആ പറമോളെ. എന്നെ മോളെ എന്നൊന്നും വിളിക്കണ്ട, അതെനിക്കിഷ്ടല്ല. അയ്യോ, പെട്ടെന്നൊരു വിളി വന്നപ്പം വിളിച്ചു പോയതാ. എന്താ വിളിച്ചത്? ഇവിടെ വന്നപ്പോ നിങ്ങളെ എന്റെ ഏട്ടൻ ഇൻസൾട്ട് ചെയ്ത് വിട്ടതില് എനിക്ക് നല്ല വിഷമമുണ്ട്. എന്റെ ഏട്ടൻ നിങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ കൊള്ളരുതാത്തവനാണെന്നും ജയിലിൽ കിടന്നിട്ടുണ്ടെന്നും ഒക്കെ. എങ്കിലും എന്റെ ഏട്ടത്തിയായി വന്നവളുടെ അമ്മ ചെയ്ത അത്രയും തരം താഴ്ന്ന പ്രവൃത്തിയൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ലെന്ന എന്റെ വിശ്വാസം. അവളുടെ അമ്മയാ ഞാൻ ജയിലിൽ കിടക്കാൻ കാരണം. നമുക്ക് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കാം. അപ്പോ ഈ പ്രപ്പോസലുമായിട്ട് മുന്നോട്ട് പോവല്ലേ? എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല. എന്ന് വെച്ച് തൽക്കാലം കല്യാണത്തിനെ പറ്റിയൊന്നും ചിന്തിക്കണ്ട. അതിനുവേണ്ടി ഞാൻ പ്രിപ്പയർഡ് അല്ല. ഓക്കെ? ശരി, ഓക്കെ. ആരാ? അവളെ വിളിച്ചത് ചാരുലത. ഇപ്പൊ അവൾക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ നിന്നോട് വെറുപ്പില്ല അല്ലേ? ഇല്ലാന്ന് അവള് പറഞ്ഞു. അതോടൊപ്പം കല്യാണത്തെ പറ്റി ഇപ്പൊ ചിന്തിക്കണ്ടെന്നും പറഞ്ഞു. അത് പെൺകുട്ടികൾ അങ്ങനെ പറയൂ. ഏതായാലും അവള് വിളിച്ച സ്ഥിതിക്ക് നീ ഇനി ഇടയ്ക്ക് മുറയ്ക്കും അവളെ വിളിക്കണം. ആ ബന്ധം വളരട്ടെ. ഭാഗ്യലക്ഷ്മിയുടെ മക്കൾ എവിടേക്ക് പോയാലും പിന്നാലെ നമ്മളുണ്ടെന്ന് അവൾ അറിയണം. അവളുടെ മക്കളുടെയും പുക കാണാതെ നമ്മൾ അടങ്ങില്ലെന്ന് അവളുമാരൊക്കെ മനസ്സിലാക്കണം. സ്ഥിരമായിട്ട് ചേച്ചി ഇവിടെ കൊണ്ടുവന്ന് നിർത്തുവാണോ ലാലേട്ടാ? സ്ഥിരമായിട്ട് നിർത്തണമെന്ന് ആഗ്രഹമൊന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് വേണ്ടിവരുന്നോ തോന്നുന്നത്. ജയലാൽ ഒരിക്കലും അതോർത്ത് വിഷമിക്കണ്ട. അമ്മ വരുന്നതിന് മുമ്പ് മോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് തന്നെയാ നല്ലത്. വീട്ടിലൊരു പെണ്ണു കാണൽ ചടങ്ങ് നടന്നു. ചാരുവിനെ കാണാൻ ഒരു പയ്യൻ വന്നു. ആഹാ, നല്ല പയ്യനാണോ? അവൾക്ക് പറ്റിയ പയ്യനാ. ചാരുവിന്റെ സ്വഭാവത്തിന് പറ്റിയ ഒരുത്തൻ. ആ പയ്യനെ ഞങ്ങളെക്കാളൊക്കെ മുമ്പേ പരിചയപ്പെട്ടത് അമ്മയാ. ഈ കുടുംബത്തിന്റെ തകർച്ചയ്ക്ക് കാരണക്കാരനായവനാ ചാരുവിനെ പെണ്ണു കാണാൻ വന്നത്. സദാനന്ദന്റെ മോൻ കാർത്തി. കാർത്തിയോ? പെണ്ണു കാണാൻ വന്നതാണോ അതോ ഞാൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണോ എന്ന് അറിയില്ലമ്മ. എന്റെ പെങ്ങളാണ് ചാരുന്ന് അവൻ അറിയില്ലായിരുന്നെന്നാ പറഞ്ഞത്. പക്ഷേ ഞങ്ങളത് വിശ്വസിച്ചിട്ടില്ല. രജനിയായിരിക്കും ഇതിന് പിന്നിൽ. അവളാണല്ലോ ലാലേട്ടന്റെ അളിയനോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത്. അതിന്റെ കൂടെ ഇവനെയും പറഞ്ഞു വിട്ടതായിരിക്കും. ഇടയ്ക്ക് ചാരു പറയുന്നുണ്ടായിരുന്നു ഒരുത്തൻ പിന്നാലെ നടക്കുന്ന കാര്യം. പക്ഷേ സ്വപ്നത്തിൽ പോലും അത് ഇവനായിരിക്കുന്നു കരുതിയില്ല. അവനെ കണ്ടപ്പോ മുതൽ ദീപയ്ക്ക് ഒരേ നിർബന്ധം, അമ്മയെ അനിയത്തെയും കാണണമെന്ന്. ഇനിയിപ്പോ മോളെ ഇവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ ജയലാലെ? അമ്മ ജയിലിൽ നിന്ന് വരുന്നത് വരെ എന്തായാലും അവിടെ നിൽക്കട്ടെന്നാ ഞാൻ പറയുന്നത്. പിന്നെ എന്റെ അനിയത്തിമാര് പറയുന്നൊന്നും കാര്യാക്കണ്ട. അളിയനെത്തിയോ?
ഞാൻ അളിയനെ ഒന്ന് കാണാതിരിക്കായിരുന്നു. ഇവളിവിടെ സ്ഥിരമായിട്ട് കൊണ്ടുവിടാൻ വന്നയാണോ? അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്റെ അമ്മ എല്ലാവരുടെ മുമ്പിലും തല ഉയർത്തിപ്പിടിച്ച് നിന്ന് സംസാരിക്കുന്ന കൂട്ടത്തിലാ. കൂടുതലും എന്റെ അച്ഛന്റെ മുമ്പിലാ. എന്നാ മരുമോൻ വന്നപ്പോ അമ്മയുടെ ആ സ്വഭാവത്തിന് മാറ്റം വന്നു. അമ്മ പറയേണ്ടതൊന്നും നിങ്ങളുടെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം കാണിക്കുന്നില്ല. നീ എന്താ ദിലീപ് പറയുന്നത്? പറയേണ്ടത് തന്നെ. അളിയൻ ഇവളെ കുറിച്ച് എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയല്ലേ ഇവളെ പെണ്ണ് കാണാൻ വന്നത്. അന്ന് പെണ്ണ് കണ്ട സമയത്തും ഇവളെല്ലാം അളിയനോട് തുറന്നു പറഞ്ഞതല്ലേ. എന്നിട്ട് സ്വന്തം അമ്മ ജയിലിൽ കിടക്കുന്ന വിവരം ഞങ്ങളിൽ നിന്നെല്ലാം മറച്ചു വെച്ചത് അളിയനാ. അതുപോട്ടെ, പക്ഷെ കല്യാണം കഴിഞ്ഞ ശേഷം അമ്മയുടെ പേരും പറഞ്ഞ് ഇവളെ ഇവിടെ കൊണ്ടുവന്നാക്കാൻ നോക്കുന്നത് ഒരുമാതിരി ആണത്തമില്ലാത്ത പരിപാടിയാ. നീ ആരോട് ഈ സംസാരിക്കുന്നത്? എന്റെ അളിയനോട് തന്നെ. അതൊക്കെ സംസാരിക്കാൻ ഇവിടെ വേറെ ആൾക്കാരുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും നീ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇവളുമാരുടെ മൂത്ത ആങ്ങളെ ഞാൻ. അച്ഛനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. പിന്നെ ഈ വീട്ടില് ഒരേ ഒരു ആൺതരി ഞാനാ. പറയാനുള്ളതൊക്കെ ഞാൻ പറയും. നമ്മൾ 3 മക്കളുടെയും കാര്യങ്ങൾ നോക്കുന്നത് അമ്മയാ. അതുകൊണ്ട് സംസാരിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ അമ്മ സംസാരിച്ചോളും. ഇയാള് ഭാരിച്ച കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട. സ്വന്തം അമ്മയും പെങ്ങന്മാരെ പറ്റി നന്നായിട്ട് അറിയാവുന്ന നിങ്ങളെപ്പോലുള്ളവരൊന്നും വെറുതെ പെൺകുട്ടികളുടെ ജീവിതം തുലയ്ക്കരുത്. നിങ്ങളെപ്പോലുള്ള ആൾക്കാര് വിവാഹം കഴിക്കാൻ യോഗ്യരല്ല. അത് മറ്റാരേക്കാളും നന്നായി അറിയാവുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. അത് അറിഞ്ഞു വെച്ചോണ്ട് ഇതുപോലെ സാഹസം കാട്ടിയ അത് പെൺകുട്ടികളോട് ചെയ്യുന്ന ക്രൂരതയാണെന്നേ ഞാൻ പറയൂ. ലോകത്ത് എത്രയോ വീടുകളുണ്ട്. അമ്മായിമ്മ പോരും നാത്തും പോരും ഒക്കെ അവസാനിച്ച കാലം ഇത്. ഇവളുടെ സ്ഥാനത്ത് മറ്റൊരു മരുമോള് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നില്ലേ? എന്നിട്ട് എന്തായി? ദിലി, നിന്നോട് നിർത്താനാ പറഞ്ഞത്. അമ്മ അങ്ങനെ നിർത്താൻ പറഞ്ഞാ ഞാൻ നിർത്തില്ല. എന്റെ ചോദ്യത്തിന് അളിയൻ മറുപടി പറഞ്ഞേ പറ്റൂ. മൂത്ത മരുമോളുടെ തലയടിച്ച് പൊട്ടിച്ചപ്പോ അവരെന്താ ചെയ്തത്? മുറിവ് തുന്നിക്കെട്ടിയിട്ട് അവരെല്ലാം സഹിച്ചും ക്ഷമിച്ചും ഭർത്താവിന്റെ വീട്ടില് ഒതുങ്ങിക്കൂടിയോ? അളിയന്റെ അമ്മയെ ജയിലിൽ കയറ്റിയില്ലേ? എന്നിട്ട് അളിയന്റെ ഏട്ടനിപ്പോ ഭാര്യയ്ക്കൊപ്പം താമസിക്കാതിരിക്കുകയാണോ? അയാള് ഭാര്യ വീട്ടിൽ പോയി താമസിക്കുക. ഒരാളെ വിശ്വസിച്ച് ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് വന്നാലേ അങ്ങനെ തന്നെയാ വേണ്ടത്. അല്ലാതെ അമ്മയുടെയും പെങ്ങന്മാരുടെയും പേരും പറഞ്ഞ് സ്വന്തം ഭാര്യയെ പടിയിറക്കി വിടുകയല്ല വേണ്ടത്. എന്റെ വീടിന്റെ പടിയിറക്കി വിട്ടാലും എന്റെ മനസ്സിൽ നിന്നൊരിക്കലും ദിലീപിന്റെ പെങ്ങളെ പടിയിറക്കി വിടില്ല ഞാൻ. അത്രമാത്രമേ ദിലീപിന്റെ സംസാരത്തിന് എനിക്ക് മറുപടി തരാനുള്ളൂ. ഓ, അത് വലിയ പുണ്യപ്രവൃത്തിയല്ലേ? അവന് വേണ്ടി ഞാൻ മോനോട് മാപ്പ് ചോദിക്കാം. അതിന്റെ ഇത് ആവശ്യമില്ല അമ്മേ. ഇയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അച്ഛനെ പോലെ കുറച്ച് സ്വാർത്ഥത കൂടുതലുള്ള കൂട്ടത്തിലെ ഏട്ടനെന്ന്. അതെനിക്ക് പലപ്പോഴായിട്ട് മനസ്സിലായിട്ടുമുണ്ട്. ഇപ്പോഴത് കുറച്ചുകൂടെ ബോധ്യായി, അത്രേ ഉള്ളൂ. എല്ലാവരെയും അമിതമായി സ്നേഹിക്കുന്നത് തെറ്റാണമ്മേ. അതുകൊണ്ടാ ഞാനിപ്പോ അമ്മയുടെയും പെങ്ങന്മാരുടെയും ഭാര്യയുടെയൊക്കെ ഇടയിൽ കിടന്നിങ്ങനെ നട്ടം തിരിയുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇറങ്ങട്ടെ അമ്മേ. മോൻ പോവാണോ? ഇയാളെന്ന് കൊണ്ടുവിടാൻ വേണ്ടി വന്നതാ. ഇടയ്ക്ക് വരാം കൂട്ടിക്കൊണ്ടുപോവാൻ. ലാലേട്ടൻ വീട്ടിലേക്ക് കയറി വരുമ്പോ ദിലീപേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ശരിയാണോ അമ്മേ? ദിലീപേട്ടൻ കുറച്ച് ഓവറായി അമ്മ. അവൻ അവന്റെ അച്ഛനെ അനുകരിക്കാൻ നോക്കാണോന്ന് എന്റെ സംശയം. ഇപ്പൊ പോയത് അച്ഛന്റെ അടുത്തോട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അച്ഛൻ മോൻ ഇനിയും ചിലതൊക്കെ പറഞ്ഞു കൊടുക്കും. എന്റെ അമ്മേ, അവസാനം അമ്മ ആഗ്രഹിക്കുന്നത് പോലെ അമ്മയുടെ മോനെ അമ്മയുടെ അരികിൽ കാണില്ല. അതമ്മ ഉറപ്പിച്ചോ? മോള് വാ. നീ പറയേണ്ട കാര്യങ്ങൾ തന്നെ പറഞ്ഞിരിക്കുന്നേ മോനെ. അവൻ ഓവർ സ്മാർട്ട് കാണിച്ച് സത്യം പറഞ്ഞാൽ ദീപയെ സ്വന്തമാക്കായിരുന്നു.
അതിന് അവന് വീണ് കിട്ടിയ അവസരമായിരുന്നു ദീപയ്ക്കുണ്ടായ പേരുദോഷം. കുടുംബ സുഹൃത്തെന്നും പറഞ്ഞ് നമ്മുടെ വീടുമായിട്ട് ഒട്ടി നിൽക്കുന്ന ഡോക്ടർ ഇക്ബാൽ എന്ന് പറയുന്ന പെരുങ്കള്ളനും ഇതിന് ഇടനിലക്കാരൻ. അതുകൊണ്ട് തന്നെയാ ഡോക്ടർ ഇക്ബാലിനെ പഠിത്തം കഴിഞ്ഞ ശേഷം ഞാൻ വിളിക്കാറുന്നത്. അല്ലെങ്കിൽ അയാളുടെ ഹോസ്പിറ്റലിലെ ഏതെങ്കിലും ഡോക്ടറുടെ കീഴിൽ എനിക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ ആവശ്യം വന്നില്ലല്ലോ. അതിലും നല്ല ഡോക്ടറെയല്ലേ ഞാൻ ഏർപ്പാടാക്കി തന്നത്. എനിക്ക് ആ വീട് മടുത്തച്ച. എപ്പോഴും തർക്കിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഒരമ്മയും പെങ്ങളും. എടാ, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞേ നീ ഇവിടെ വന്ന് താമസിക്കാൻ. നീ ഒരു പെണ്ണ് കെട്ടിക്കൊണ്ട് വരുമ്പോ ഒരു കാരണവശാലും അവൾക്ക് അവരെ ഉൾക്കൊള്ളാൻ പറ്റില്ല. ദേ, അവിടെ പിന്നെ നല്ല യുദ്ധം മുറുകും. ആ സമയത്ത് എല്ലാവരുടെ ഇടയിൽ കിടന്ന് നട്ടം തിരിയാൻ പോകുന്നത് നീ മാത്രമായിരിക്കും. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ അല്ലെങ്കിൽ തന്നെ ഭർത്താക്കന്മാരുടെ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന കൂട്ടത്തിലല്ല. അവര് ഭർത്താവുമൊത്ത് മാറി താമസിക്കുന്നതാണ് പതിവ്. ഞാൻ അമ്മയെ ഭയന്ന് അമ്മയ്ക്കും ദേയ്ക്കും മുന്നില് അച്ഛനെ താഴ്ത്തി കെട്ടാറൊന്നുമില്ല. അച്ഛനെ വിട്ടുകളഞ്ഞത് ഏറ്റവും വലിയ തെറ്റായി പോയിന്നാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറ്. നീ എന്തിനാ മോനെ അങ്ങനെ പറയുന്നത്? ഇനിയിപ്പോ നിന്റെ വിമർശനം കേട്ടിട്ട് അമ്മയും മോളും ഞാനുമായിട്ട് ഒന്നിക്കാന്ന് കരുതിയ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ഞാനായിരിക്കും. ഇതിപ്പോ നിനക്ക് ഏതു നേരവും ഇവിടെ വരാം, താമസിക്കാം. പിന്നെ ഞാനിപ്പോ കോടതി കാര്യങ്ങളിൽ കുറച്ചുകൂടെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. നിന്റെ അമ്മയുടെ മുമ്പിൽ പരാജയപ്പെട്ടു എന്ന് കരുതി വീട്ടിൽ കയറി കഥ കടച്ചിരുന്ന എന്റെ കാര്യങ്ങളാ മുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന പൈസ അനാവശ്യമായിട്ട് കളയാറുമില്ല. അതുകൊണ്ട് ഇപ്പൊ എന്താ, അത്യാവശ്യം പണമൊക്കെ കയ്യിലുണ്ട്. നിനക്കേ പ്രാക്ടീസ് കഴിയുന്നവരെ എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ തന്നിരിക്കും. ദീപയ്ക്ക് 10 ലക്ഷം കൊടുത്തിട്ടുണ്ട്. പിന്നെ വീട് വിറ്റപ്പോ ബാക്കി തുകയും ഭാഗ്യം കൊടുത്തു. അങ്ങനെ അവളുടെ ബാധ്യതയും തീർന്നു. പിന്നെ എനിക്കിപ്പോ ഈ ഇളയ സന്താനത്തിന്റെ കാര്യം നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, അവൾ എന്നെ എഴുതി തള്ളിയതുപോലെ തന്നെ ഞാൻ തിരിച്ച് അവളെയും വിട്ടുകളഞ്ഞു. അപ്പൊ ഇനി എനിക്ക് നിന്റെ കാര്യം മാത്രം നോക്കാനേ ഉള്ളൂ. എന്റെ കല്യാണത്തിന്റെ കാര്യം വരുമ്പോഴും വീടിനകത്ത് തർക്കം വരുമെന്ന ഇപ്പൊ എന്റെ പേടി. അതെന്താ നീ അങ്ങനെ പറയുന്നേ? നിനക്ക് ഇഷ്ടപ്പെടാത്ത ബന്ധങ്ങൾ നിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ച ഒരു കാരണവശാലും നീ അത് അനുവദിച്ചു കൊടുക്കരുത്. അതൊക്കെ പോട്ടെ. നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? എടാ, ഇന്നത്തെ കാലത്ത് അച്ഛനും മക്കളൊക്കെ ഫ്രണ്ട്സിനെ പോലെ മുന്നോട്ട് പോകുന്നത്. നീ ഞാനും തമ്മിൽ അങ്ങനെയാ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്നോട് അതിനെപ്പറ്റി ചോദിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ മുന്നിൽ നിന്ന് അത് നടത്തി തരും. പറ. എനിക്കറിയാം അച്ഛൻ കൂടെ കാണുമെന്ന്. എന്നാ പിന്നെ നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയടാ. ഒരാള് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് ശരി. അപ്പൊ പ്രണയമുണ്ട്. ആട്ടെ, കൂടെ പഠിക്കുന്ന വല്ല കുട്ടികളുമാണോ? എന്റെ മരുമോളും ഒരു ഡോക്ടറാണോ? അല്ല, യാദൃശ്യമായി പരിചയപ്പെട്ടൊരു കുട്ടിയാ. പേര് നയന. കുഴപ്പക്കാരിയൊന്നുമല്ലല്ലോ. കുഴപ്പക്കാരിയെ ഞാൻ ഇഷ്ടപ്പെടുക അച്ഛാ. കുഴപ്പക്കാരി അല്ലെന്ന് മാത്രമല്ല, അവള് നല്ല കാശുകാരി കൂടിയാ. ഇഷ്ടം പോലെ സ്വത്തും പണമുണ്ട്. പിന്നെ ഒറ്റ മോളും. എന്നാ പിന്നെ നമുക്ക് കൈ കൊടുക്കടാ. പെട്ടെന്ന് വേണ്ട അച്ഛാ. അച്ഛൻ പറഞ്ഞതുപോലെ ഞാനൊന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് നിലയുറപ്പിക്കട്ടെ. നിന്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, എന്റെ മോൻ എത്ര ഉയരങ്ങളിലേക്ക് പോയാലും എന്റെ ഇഷ്ടങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കില്ല എന്ന്. അതുകൊണ്ട് അവളുടെ മനസ്സിൽ മരുമോളെ കുറിച്ച് പല പല സങ്കല്പങ്ങളും ഉണ്ടാവും. അവളെ പോലൊരു തന്റേടിയാണ് നിന്റെ ജീവിതത്തിലേക്ക് വരുന്നതെങ്കിൽ നീ ഒരു ദിവസം പോലും സ്വസ്ഥമായിട്ട് ജീവിക്കില്ല മോൻ. സമയം ഒത്തുവരുമ്പോ ഞാൻ അമ്മയോട് ഞാനെപ്പറ്റി തുറന്നു പറയും. അന്ന് അമ്മ എതിർത്ത് പറഞ്ഞ ചോദ്യം പറച്ചിലോ ഒന്നുമില്ല. എനിക്കിഷ്ടമുള്ള പോലെ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാ ഞാനങ്ങ് ചെയ്യും. അങ്ങനെ തന്നെ വേണ്ടത്. അമ്മമാർക്ക് മക്കളെ വളർത്താം. എന്നാൽ വളർത്തിയ മക്കളോട് അവരാരെ കെട്ടണം, എങ്ങനെ ജീവിക്കണമെന്ന് പറയാൻ പാടില്ല. അമ്മ നിന്നെ കാശ് കൊടുത്ത് പഠിപ്പിച്ചതിന് പകരം നിന്റെ കയ്യിൽ കാശ് വരുമ്പോ അമ്മയ്ക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം. അവക്കൊരു അവശത വരുമ്പോ നോക്കണം. മോനെ, അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും വേണ്ട. അമ്മയ്ക്ക് വേണ്ടി തുറയ്ക്കാനുള്ളതല്ല നിന്റെ നല്ല ഭാവി. മനസ്സിലായോ? എന്തായാലും നീ വന്നതല്ലേ. ജോലിക്കാര് നല്ല ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമുക്കത് കഴിക്കാം. വാ.
പറയുന്ന ജയലാലിന്റെ അമ്മ മൂത്ത മരുമോളുടെ തലയടിച്ച് പൊട്ടിച്ചതല്ലേ? അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് തന്നെ ഇവന് പെണ്ണെടുക്കണോന്ന് എന്താ ഇത്ര നിർബന്ധം? അത് അവനോട് ചോദിക്കാൻ മേലായിരുന്നു. വേറൊന്നും കൊണ്ടല്ല സദേട്ട, അമ്മമാരെ കണ്ട പെൺമക്കൾ വളരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പെങ്കൊച്ചൊരിക്കലും കയറി ചെല്ലുന്ന വീട്ടിൽ വാഴാൻ പോകുന്നില്ല. ജയലാലിന്റെ ഭാര്യ ഇപ്പൊ ഭാഗ്യലക്ഷ്മിയുടെ മൂത്ത മോൾ എന്ന് മാത്രമല്ല, ഭാഗ്യത്തിന്റെ മോളെ ഈ പറയുന്ന ചാരുലതയ്ക്ക് വെറുപ്പ. അതവളുടെ സംസാരത്തിൽ നിന്ന് എന്നെ കാർത്തിക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോ അവളെ കെട്ടുന്നതിൽ തെറ്റില്ല. എന്തൊക്കെ ഈ പറയുന്നത്? പറയുന്നതൊക്കെ ആലോചിച്ച് തന്നെയാ. അങ്ങനെ ഒരു തീപ്പരി പെൺകുട്ടിയെ ബന്ധുവാക്കിയ അവളെ വച്ച് നമുക്ക് കളിക്കാം. അച്ഛന്റെ മോന്റെയും പ്രതികാരം തീർക്കാനായിട്ട് ഒരുത്തി കെട്ടിക്കൊണ്ടു വന്ന അവസാനം അവള് നിങ്ങൾക്കൊക്കെ തന്നെയായിരിക്കും കുഴി തോണ്ടുന്നത്. ഈ നാട്ടില് തല ഉയർത്തിപ്പിടിച്ചു നിന്ന അച്ഛനും മോനോടി ഞങ്ങള്. എന്നാൽ ഇന്ന് ഭയന്നൊരു മൂലയ്ക്ക് ഒതുങ്ങി കൂടിയിരിക്കുക. അതിന്റെ അപമാനവും നാണക്കേടും ഒരുപാടാ. ജഗനെന്ന് പറയുന്ന ഒരുത്തനെ വെട്ടിക്കീറിക്കഴിഞ്ഞ പിന്നെ പഴയതിനേക്കാൾ പ്രതാപത്തില് ഞങ്ങൾ പുറത്തിറങ്ങും. ദേ ഇപ്പൊ തന്നെ കണ്ടോ, അവള് വീട് വിട്ടുപോയി. ഇപ്പൊ ഒരു ചെറിയ വീട്ടിലാ താമസം. ഭാര്യയും ഭർത്താവും രണ്ടായി കഴിഞ്ഞു എന്ന് വെച്ചാ തകർച്ച ഒരു ഭാഗത്തൂടെ നടക്കുന്നുണ്ടെന്നർത്ഥം. എന്ത് തകർച്ചയാ സദേട്ടാ? അവരുടെ മൂത്ത മോൻ ഡോക്ടറായിട്ട് ഇറങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോ അവര് പയ്യെ രക്ഷപ്പെട്ടോളൂ. ഒരിക്കലുമില്ല. അവളുടെ മൂത്ത മോൻ വിജയകുമാറിനൊപ്പം നിൽക്കുന്നവനാ. എന്നുവെച്ചാ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച മോൻ അവളെ മിക്കവാറും തള്ളിക്കളഞ്ഞിട്ട് പോവെന്ന്. എങ്കിലവൻ നന്ദി കെട്ടവനാ. നീ എന്തിനാടി ഏതു നേരവും അവളെ അവളുടെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുന്നേ? ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പറഞ്ഞു കേട്ടിടത്തോളം ഈ വീടിന് ചേരുന്ന പെൺകുട്ടിയല്ല ഈ പറഞ്ഞ ചാരുലത. ഒന്നാമത് നമ്മുടെ മോൻ തല്ലാനും കൊല്ലാനും ഒക്കെ ആയിട്ട് നടക്കുക. അതിന്റെ കൂടെ അവനെ അടക്കി നിർത്തുന്ന ഒരു പെൺകുട്ടി വേണം അവന്റെ ഭാര്യയായിട്ട് വരാൻ. എങ്കിലേ അവൻ നന്നായിട്ട് ജീവിക്കൂ. ഇഷ്ടം പോലെ സ്വത്തും പണമൊക്കെ ഉണ്ട് നമുക്ക്. പക്ഷേ ഇല്ലാത്തത് മനസമാധാനമാ. അതുകൊണ്ട് കുടുംബം കുട്ടിച്ചോറാക്കുന്നോളുമാരെയൊന്നും ഇതിനകത്തോട്ട് കയറ്റാതിരുന്നാ നല്ലത്. ഭക്ഷണം എടുത്തു വെച്ച് കഴിഞ്ഞല്ലോ. വെച്ചു. എങ്കിൽ പോവാൻ നോക്ക്. ഞാൻ സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കട്ടെ. ഇനി എച്ചിൽ പാത്രം എടുക്കാൻ നീ ഇങ്ങോട്ട് വന്നാ മതി. എത്രയെത്ര നല്ല ആലോചനകൾ വന്നതാ. എന്നിട്ട് അതൊന്നും പോരാ, ഒരു ജയിൽ പുള്ളിയുടെ മോളെ തന്നെ വേണം. എന്തിനാണ് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? ഒരു സംഭവം ഉണ്ടായണ്ണ. അവൻ ഞങ്ങളുടെ വീട്ടിൽ വന്നായിരുന്നു. അന്ന് അളിയനെ തട്ടിക്കൊണ്ടുപോയില്ലേ ഒരുത്തൻ? കാർത്തിയോ? ആ അതെ. എന്തിനാണ് അവൻ വന്നത്? ആ അതൊക്കെ അവനെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഇന്നാണ് ദീപ ആ വീട്ടിലെ പെൺകുട്ടിയാണെന്ന് അവൻ അറിയുന്നത്. അതറിയാതെ അവനവിടെ വരുവോ? എന്റെ അണ്ണ, എന്റെ ഭാര്യയുടെ അനിയത്തി ഒരുത്തി ഉണ്ടല്ലോ, കാന്താരിക്ക് കയ്യും കാലും വെച്ച ഒരുത്തി. അവളോട് എന്തൊക്കെയോ താല്പര്യം അവനുണ്ട്, ഈ പറഞ്ഞ കാർത്തിക്കേ. അതുമായി ബന്ധപ്പെട്ട് അവൻ നേരത്തെ അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ദീപയെ കണ്ടിട്ടേയില്ല. ഇന്നാണ് അവര് പരസ്പരം കാണുന്നത്. അളിയനെ അവനൊരിക്കലും നിന്റെ ഭാര്യയുടെ അനിയത്തെ കാണാനായിരിക്കില്ല വന്നത്. അവിടെ ദീപ ഉണ്ടെന്ന് അറിഞ്ഞിട്ടായിരിക്കും. അതിൽ തർക്കമൊന്നുമില്ല. ആ രചന എന്ന് പറഞ്ഞവള് അതൊക്കെ കാർത്തിയോട് പറഞ്ഞു കാണില്ലേ? ആ അത് ശരിയാ. രചന ദീപയും കുടുംബത്തെയും നശിപ്പിച്ചേ അടങ്ങൂന്ന് പറഞ്ഞ് നടക്കുക. അതിന്റെ പിന്നില് കാരണം എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്നോടും ഈ നടന്ന കഥകളൊക്കെ പറഞ്ഞത് രചനയാ. ജയിലിൽ നിന്ന് ഇറങ്ങിയവൻ അവിടെ വരെ എത്തിയല്ലേ? അന്ന് അവനെ പിടിച്ച് രണ്ടെണ്ണം അങ്ങ് പൊട്ടിയിരും. അതോടെ അങ്ങോട്ടുള്ള വരവ് നിൽക്കും. ഇപ്പൊ ദീപയുടെ അവിടുത്തെ അവസ്ഥ എങ്ങനെയുണ്ട്? വളരെ പരിതാപകരം. സത്യങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ട് എന്റെ ഭാര്യയും അവളുടെ അനിയത്തെയും കൂടെ ആ പാവത്തിനെ ഇട്ടങ്ങ് കൊല്ലാക്കൊല്ല ചെയ്യുക. നീ മിണ്ടരുത്. നീ ഒറ്റൊരുത്തനാ അതിന് കാരണക്കാരൻ. അതെ, അറിഞ്ഞ കാര്യങ്ങള് നീ എന്തിനാണ് അവരോടൊക്കെ വിളമ്പിയത്? അന്ന് വിളമ്പിപ്പോയി. അതിനു മുമ്പ് അണ്ണന്മാരെ കണ്ടിരുന്നെങ്കിൽ എല്ലാം എന്റെ മനസ്സിൽ മൂടി വെച്ചോണ്ട് നടന്നേനെ. ഇനിയിപ്പോ നടന്നതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അണ്ണാ. ജയലാലിന്റെ അമ്മ ഉടനെ അങ്ങനെ പുറത്തിറങ്ങുമോ? ഇറങ്ങുമെന്നാ പറയുന്നത്. എന്നാ അമ്മായി പുറത്തിറങ്ങി കഴിഞ്ഞാ ദീപയ്ക്ക് പ്രശ്നമാ. അതറിയാവുന്ന അളിയൻ അമ്മായിയെ പുറത്തിറക്കാതിരിക്കണ്ടേ? അതാടാ നീയും നിന്റെ അളിയനും തമ്മിലുള്ള വ്യത്യാസം. അങ്ങേർക്ക് ഭാര്യയും വേണം, അമ്മയും വേണം. അങ്ങനെയാ ആണത്തമുള്ള ഏതാണുങ്ങളും അങ്ങനെ തന്നെ ചിന്തിക്കൂ. അത് ശരിയായിരിക്കും. പക്ഷേ അമ്മായി പുറത്തിറങ്ങി കഴിഞ്ഞാ ഭാര്യയെ കിട്ടൂലല്ലോ. പിന്നെ ദീപയ്ക്ക് ഒരു ദിവസം പോലും അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ശരി ശരി, നീ വിട്ടോ. ആ അണ്ണാ,
എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റോ വീഴ്ചയോ ഉണ്ടെങ്കിൽ പറയണേ അണ്ണ. അങ്ങനെ എന്തെങ്കിലും വന്നാ പിന്നെ പറയത്തൊന്നുമില്ല, പ്രവർത്തിക്കത്തേ ഉള്ളൂ. എനിക്കറിയാം. അതുകൊണ്ട് ഒരു തെറ്റും വരാതെ ഞാൻ നോക്കിക്കോളാം. ശരിയണ്ണ? എങ്കിൽ നിനക്ക് കൊള്ളാം. കളിച്ച് കളിച്ച് അവൻ ജയലാലിന്റെ വീട് വരെ എത്തി. അപ്പൊ ഇനി അവനെ കാണാതിരിക്കുന്നത് തെറ്റല്ലേ? കണ്ടിട്ട് അവന്റെ ശരീരം ഒന്ന് ഉടച്ചുവിടാം, അല്ലേ അണ്ണ?